രോഹിതേട്ടാ, ശബരിമലയെക്കുറിച്ച് എന്നുമുള്ള ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം. നമ്മൾ കണ്ടതാണ്. അതിന്റെ പേരിൽ ശബരിമലയിൽ നടന്ന പേക്കൂത്തുകളെല്ലാം മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും കണ്ടതാണ്. ഒരുപാട് വിവാദമായ വിഷയമാണ്. എന്തുകൊണ്ടായിരിക്കാം ശരിക്കും ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് എന്നാണ് രോഹിതേട്ടന് തോന്നുന്നത്? ശബരിമലയിലേക്ക് എൻ്റെ അറിവിൽ, ഞാൻ ഇതിൻ്റെ പിന്നാലെ നമ്മളിതുമായി അറിവുള്ളവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, 3 തരം ആളുകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല. ശബരിമലയിൽ സ്ത്രീ പ്രവേശനമില്ല എന്ന് പറയുമ്പോഴും 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അവിടെ പ്രവേശനം. ഋതുമതികളായ അത് പറയുന്നത് ഈ മാസമുറ വരുന്ന ഋതുമതികളാകുന്ന അല്ലെങ്കിൽ മെൻസസ് വരുന്ന സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നാണ് പൊതുവെ പുറത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 3 തരം ആളുകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല. അത് ഈ പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല. അത് എന്ന് പറയുന്നത്, ഒന്ന്, പന്തളം രാജാവ്. അതായത് പന്തളം രാജകുടുംബത്തിൽ ഒരുപാട് പേരുണ്ടാകും. അതിൽ രാജാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആളാരാണോ അദ്ദേഹത്തിന് ശബരിമലയിൽ പ്രവേശനമില്ല, പോകാറില്ല. ശരിയാണ്. 18-ാം പടിക്ക് താഴെ വരെ അല്ലെങ്കിൽ പമ്പ വരെ ഇട്ടാണ് അദ്ദേഹം. അതെ, പന്തളം രാജാവിന് പിന്നെ പമ്പയിൽ ഒരു ചെറിയ ഓഫീസ് പോലുള്ള സംഭവം. അവിടെ രാജപ്രതിനിധി ഭസ്മമൊക്കെ കൊടുക്കും, പൈസയൊക്കെ കൊടുക്കാൻ നമുക്ക് അവിടെ. പക്ഷേ രാജപ്രതിനിധികൾ, അതായത് രാജകുടുംബത്തിലെ മറ്റംഗങ്ങൾ മണിമണ്ഡപത്തിന്റെ പിന്നിലുള്ള റൂമിൽ താമസിക്കാറുണ്ട്, അവിടെ പോകാറുണ്ട്. രാജാവ് പക്ഷേ പോകാറില്ല. 2 എന്ന് പറയുന്നത് 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള പന്തളത്തെ സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പോകാറില്ല. പന്തളത്തെ പെണ്ണുങ്ങൾ പമ്പ കടക്കാറില്ല എന്നൊരു പഴഞ്ചൊല്ല് പന്തളത്തുണ്ട്. 3 എന്ന് പറയുന്നത് ഋതുമതികളായ സ്ത്രീകൾ. ഇത് അയ്യപ്പൻ്റെ ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ട. അപ്പോൾ ചോദിക്കും, ഈ ഋതുമതികളായ സ്ത്രീകൾ അവിടെ ചെന്നാൽ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യമൊക്കെ നശിച്ചു പോകുമോ, അത്രയ്ക്ക് കൺട്രോൾ ഇല്ലാത്ത ആളാണോ അയ്യപ്പൻ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അത് അതുകൊണ്ടല്ല. ഈ 3 കൂട്ടം ആളുകളെ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പന്തളം രാജ പിതൃസ്ഥാനീയനായ പന്തളം രാജാവിന് എന്തുകൊണ്ടാണ് ശബരിമല സന്നിധാനത്തേക്ക് ചെല്ലാൻ കഴിയാത്തത്? അല്ലെങ്കിൽ പന്തളത്തെ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ശബരിമലയിലേക്ക് ചെല്ലാൻ കഴിയാത്തത് എന്ന ചോദ്യം ബാക്കിയാവുന്നത്. അതായത് ഭഗവാൻ ബഹുമാനിക്കുന്ന ആളുകളാണ് ഇത് 3 എന്നുള്ളതാണ്. നമുക്കറിയാം, ശബരിമലയിൽ താപസ രൂപത്തിലുള്ള ധർമ്മശാസ്താവാണ് ഇരിക്കുന്നത്. സോ ആ തപസ്സിന് വിഗ്രഹം വരും, ഇവര് വന്നു കഴിഞ്ഞാൽ എണീച്ചു നിൽക്കണ്ട. അതെ, ഭഗവാൻ അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിച്ചതിനു ശേഷം അവിടെ താപസരൂപിയായി ശബരിമലയിൽ കുടികൊള്ളുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭഗവാൻ ബഹുമാനിക്കുന്ന 3 കൂട്ടം ആളുകൾ, ഭഗവാനേക്കാൾ മുകളിൽ ഭഗവാൻ കാണുന്ന 3 കൂട്ടം ആളുകളാണ്. പന്തളം രാജാവ് പിതൃതുല്യനാണ്. പിതാവ് വന്നാൽ മകൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം. മാത്രവുമല്ല, മകന്റെ മുന്നിൽ, അതൊരു ദേവസ്ഥാനമല്ലേ, മകന്റെ മുന്നിൽ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ല. കാരണം അദ്ദേഹത്തെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവ് അദ്ദേഹമാണ്. ആ പിതൃതുല്യനാണ് പന്തളം രാജാവ്. 2, പന്തളത്തെ സ്ത്രീകൾ ഭഗവാൻ അമ്മമാരെ പോലെയാണ്. അമ്മമാരെ പോലെ എന്നല്ല, വളർത്തമ്മയാണെങ്കിലും പന്തളത്തെ രാജ്ഞി പറഞ്ഞതിൻ്റെ രാജ്ഞി കള്ളം പറയുകയാണ് എന്ന തിരിച്ചറിവുണ്ടായിട്ടും പുലിപ്പാല് തേടി കാട്ടിലേക്ക് പോയി തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി തിരികെ വന്ന മകനാണ് അയ്യപ്പൻ. അപ്പോൾ പന്തളം രാജകുടുംബത്തിലെ സ്ത്രീകൾ, 10 വയസ്സിന് മുകളിൽ ഋതുമതികളായ സ്ത്രീകൾ മുഴുവൻ പന്തളം രാജകുമാരനായ അയ്യപ്പന് മാതൃസ്ഥാനീയരാണ്. അപ്പോൾ അവരും അവിടേക്ക് പോകേണ്ടതില്ല. അവിടെയും ഭഗവാനേക്കാൾ വലുതല്ല, അല്ലെങ്കിൽ ഭഗവാനേക്കാൾ വലുതാണ് അവർ എന്നുള്ളതാണ്. അവരെക്കാൾ വലുതല്ല ഭഗവാൻ. മറ്റേത് ഋതുമതികളായ സ്ത്രീകൾ. അത് ഈ മെൻസസ് പൂർത്തീകരിക്കാവുന്ന സ്ത്രീകൾക്ക് 41 ദിവസം വ്രതം എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെയൊന്നും അല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മയാകാൻ പറ്റുന്ന സ്ത്രീകളാണ്. 2 എന്ന് പറയുന്നത്, ഋതുമതികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭദ്രകാളിക്ക് തുല്യമാണ്. ഋതുമതിയാകുമ്പോൾ ഒരു പെണ്ണ് ഭദ്രകാളിക്ക് തുല്യമാണ്. അവർക്കുണ്ടാകുന്ന ശക്തി, അവർക്കുണ്ടാകുന്ന പവർ ഒക്കെ അതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് ആർത്തവ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത്? അതിന് ശുദ്ധിയുടെയും അശുദ്ധിയുടെയും വാക്കുകൾ ഉപയോഗിക്കുന്നത് മാറ്റി നിർത്താനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഋതുമതികളാകുന്ന ആ 4-5 ദിവസം ഭദ്രകാളിക്ക് തുല്യമായ ശക്തിയും ഭദ്രകാളിക്ക് തുല്യമായ ചൈതന്യവും ഉണ്ടാകും സ്ത്രീ ശരീരങ്ങൾക്ക് എന്നാണ് വിശ്വാസങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ദേവ ചൈതന്യമുള്ള ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഭഗവാന്റെ ബിംബത്തെ, ചൈതന്യത്തെ അട്രാക്റ്റ് ചെയ്യാനും ആ അട്രാക്ഷനിലൂടെ ഭഗവാനിൽ കുടികൊള്ളുന്ന ചൈതന്യം ഈ സ്ത്രീയിലേക്ക് മാറ്റപ്പെടാനും സാധിക്കും. അത്രത്തോളം പവർഫുള്ളാണ് ഈ പറയപ്പെടുന്ന ഋതുമതി കാലഘട്ടത്തിലെ, അല്ലെങ്കിൽ ആ മെൻസസ് ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ എന്നാണ് വിശ്വാസങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ അവരുടെ രക്തം കൊണ്ട് അവിടെ അശുദ്ധമാകും, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ അശുദ്ധമാകും എന്നല്ല. നോക്കൂ, നമ്മുടെ വീടുകളിൽ പണ്ട് തറവാടുകളിൽ ഒരു സംസ്കാരം ഉണ്ടായി. ഋതുമതി ആയിക്കഴിഞ്ഞാൽ, അന്ന് മോട്ടോറുകളൊന്നും ഇല്ലാത്ത കാലമാണ്, കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ സമ്മതിക്കില്ല, അശുദ്ധിയാണെന്നാണ് പറയുക. തുളസിയെ തൊടാൻ സമ്മതിക്കില്ല, അശുദ്ധിയാണെന്നാണ് പറയുക. ദേവസസ്യമാണ് തുളസി. ആ തുളസിയെ തൊടുന്നത് കൊണ്ട് തുളസി കരിഞ്ഞു പോകും. അതാ
പെൺകുട്ടിയുടെ ശരീരത്തിലെ പവറാണ്, അല്ലാതെ വിശ്വാസമല്ലത്. എന്തുകൊണ്ടാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ സമ്മതിക്കാത്തത്? അവൾ അന്ന് ആരോഗ്യപരമായ സംരക്ഷണം അവകാശപ്പെടുന്ന ആളാണ്. ഒരു പെൺകുട്ടിക്ക് മെൻസസിനുണ്ടാകുന്ന വേദന അത് പെൺകുട്ടിക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ, നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെയുള്ള കഠിനമായ ജോലികൾ ചെയ്യുമ്പോൾ, കായികപരമായ ജോലികൾ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് റെസ്റ്റ് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകം റൂമുകൾ ഒരുക്കി അവർക്കവിടെ റെസ്റ്റ് ആ ദിവസങ്ങളിൽ മറ്റു ജോലികളിൽ നിന്ന് മാറ്റി നിർത്തി അടുക്കളയിൽ കയറ്റാതെ ഒക്കെ അവർക്ക് വിശ്രമം അനുവദിക്കുമായിരുന്നു. കാരണം പണ്ടുള്ള സ്ത്രീകൾ ഇന്നത്തെ പോലെ പുറത്തുപോയി ജോലി ചെയ്യുന്നവരോ സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നും ഓർഡർ ചെയ്ത് കഴിക്കുന്നവരോ ഒന്നും ആയിരുന്നില്ല. അവർ രാവന്തിയോലം അടുക്കളയിലും പറമ്പിലും പണിയെടുക്കുകയായിരുന്നു. കുടുംബങ്ങളിലാണെങ്കിൽ താരം വീട്ടുജോലി, ഹൗസ് വൈഫ് എന്ന ഓമന പേരിട്ട്, ഗൃഹവൃത്തി എന്നൊക്കെ ഓമന പേരിട്ട് വിളിച്ച് അവര് ആ വീടുകളിൽ പണിയെടുക്കുകയായിരുന്നു. അവർക്കൊരു 4-5 ദിവസം കിട്ടുന്ന വിശ്രമ ദിനങ്ങളായിരുന്നു. അതിനുവേണ്ടി അവർക്ക് ആരുടെയും ശല്യമില്ലാതെ പ്രത്യേക റൂമുകൾ ഒരുക്കി. പിന്നെ ഈ കാലഘട്ടത്തിൽ ഈ സമയങ്ങളിൽ അവർക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംരക്ഷണവും ആവശ്യമാണല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരുന്നു അത്തരം സംവിധാനങ്ങൾ ഒരുക്കിയതെങ്കിൽ പിന്നെ അശുദ്ധിയുടെ പേര് പറഞ്ഞ് തീണ്ടാരിപ്പുരകൾ ഉണ്ടാക്കി തീണ്ടാരിപ്പുരകളിലേക്ക് സ്ത്രീകളെ, അന്നും ഒരു അടിച്ചമർത്തലിൻ്റെ കാലഘട്ടം ഉണ്ടല്ലോ ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ. അതിനു മുമ്പും സ്ത്രീകളെ അമ്മയായും ദൈവമായും കണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ആചാരങ്ങളെ അല്ലെങ്കിൽ ആ രീതികളെയൊക്കെ ആചാരങ്ങളുടെയും അശുദ്ധിയുടെയും പേരിൽ മാറ്റി നിർത്തിയതാണ്. അപ്പോൾ വിഷയങ്ങളിൽ നിന്ന് വ്യതിചരിക്കുന്നില്ല. ഭഗവാൻ അതുകൊണ്ടാണ് ഈ 3 തരം ആളുകളെയും അവിടേക്ക് വരേണ്ടതില്ല എന്ന് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ 3 തരം ആളുകൾക്കും ശബരിമലയിൽ പ്രവേശനമില്ല എന്നുള്ളതാണ് സത്യം. ഇനി കാലാകാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ശബരിമല സന്നിധാനത്തിനടുത്ത് മണിമണ്ഡപത്തിനോട് ചേർന്ന് കുടികൊള്ളുന്ന മാളികപ്പുറത്തമ്മ. ഈ മാളികപ്പുറത്തമ്മ ഭഗവാനെ വിവാഹം കഴിക്കാൻ വേണ്ടി തപസ്സു ചെയ്യുന്നുവെന്നും കന്യയ്യപ്പന്മാർ വരാത്ത സമയത്ത് ശരംകുത്തിയിൽ അതന്നെ കന്യയ്യപ്പന്മാർ വരുമ്പോൾ ശരംകുത്തിയിൽ ശരംകുത്തുമെന്നും അങ്ങനെ ശരംകുത്തിയിൽ ശരമില്ലാത്തൊരു മണ്ഡലകാലം കഴിയുമ്പോൾ ഭഗവാൻ സന്യാസം വെടിഞ്ഞ് ഈ പറയപ്പെടുന്ന മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കുമെന്നൊരു മിത്ത് നമ്മളിങ്ങനെ കേട്ടുപോകുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ മണിമണ്ഡപത്തിലും മറ്റു കാര്യങ്ങളിലും പൂജ ചെയ്യുവാൻ ഉത്തരവാദിത്തമുള്ള കുന്നക്കാട്ട് കുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറ അതിന് ഒരു കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. മധുര മീനാക്ഷി പ്രതിഷ്ഠയാണ് ഈ പറയപ്പെടുന്ന ശബരിമലയിലെ മാളികപ്പുറത്തമ്മ. മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നു എന്നൊരു വിശ്വാസം നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് മണ്ഡല മകരവിളക്കിന് ശേഷം ഉത്സവ സമാധിയാകുമ്പോൾ ശരംകുത്തിയിലെത്തി മടങ്ങിപ്പോകുന്ന ആ എഴുന്നള്ളത്ത് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്താണെന്ന് പറയുന്നത്. പക്ഷേ അവിടെ എഴുന്നള്ളിക്കുന്നത് കട്ടമീശ വെച്ച ഭഗവന്റെ രൂപമാണ് തിടമ്പിൽ എഴുന്നള്ളിക്കുന്നത്. അതിനെ ആവാഹിക്കുന്നത് മണ്ഡപത്തിൽ നിന്നാണ്, അല്ലാതെ മാളികപ്പുറത്ത് നിന്നല്ല. അപ്പോൾ മാളികപ്പുറത്തമ്മ പുറത്തെഴുന്നള്ളുന്നില്ല എന്നാണ് രതീഷ് അയ്യപ്പക്കുറുപ്പ് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് വിശ്വസിക്കാതിരിക്കും, കാരണം അവരാണ് അവിടെ പൂജ ചെയ്യാൻ വിധിക്കപ്പെട്ടത്. അപ്പോൾ പന്തളം രാജകുടുംബത്തിൻ്റെ താഴ്വരി അമ്പലമാണ്, കുടുംബക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ അപ്പോൾ സ്വാഭാവികമായും പന്തളം രാജകുടുംബത്തിൻ്റെ അധീനതയിൽ വരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ അവരുടെ കുടുംബദേവതകളെ പ്രതിഷ്ഠിക്കും. അത്തരത്തിൽ പ്രതിഷ്ഠിച്ച കുടുംബദേവതയാണ് ഈ പറയപ്പെടുന്ന മാളികപ്പുറത്തമ്മ. അതിൻ്റെ ഒരു കഥയാണ്, ഒരു വെർഷനാണ്. അതിൻ്റെ ഒരു വേർഷൻ. ഇത്തരത്തിൽ പല വേർഷനുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. പക്ഷേ ഇത് വിശ്വസിക്കാൻ കാരണമാകുന്നത് അവിടെ എഴുന്നള്ളിക്കുന്ന തിടമ്പും. പക്ഷേ ഇന്ന് പലരും ഈ ചില ചിന്തകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഉറപ്പായും അതിൽ നിന്ന് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കഥകളുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഐതിഹ്യങ്ങളാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെന്തോ മണ്ടത്തരമാണ്. അതല്ലെങ്കിൽ അതിനെ അതിനോട് യോജിക്കാൻ താല്പര്യപ്പെടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറയുന്നത് ചില ആളുകൾ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന കുറച്ച് പുരാണങ്ങളും കുറച്ച് ശ്ലോകങ്ങളും ഒക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ചില ആളുകൾ അവരുടെ ഭാവനയിൽ തന്നെ പല കഥകളും പടച്ചു വിടുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അങ്ങനെ ഭാവനയിൽ അടിസ്ഥാനവും ഇല്ലാതെ ആർക്കും ഒരു കഥ പറയാൻ സാധിക്കില്ല. അടിസ്ഥാനമില്ലാതെ കഥയുണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് മനോരമയിലും മംഗളത്തിലും വരുന്ന നോവലുകളും സിനിമകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് അടിസ്ഥാനമില്ലാതെ ഐതിഹ്യങ്ങളായിട്ട് അംഗീകരിക്കണമെങ്കിൽ 2-3 തരം ആളുകൾ അംഗീകരിക്കണം. ഒന്ന് ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ തന്ത്രി കുടുംബം അത് അംഗീകരിക്കണം, അല്ലെങ്കിൽ പന്തളം രാജകുടുംബം അത് അംഗീകരിക്കണം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അത് അംഗീകരിക്കണം, അതല്ലെങ്കിൽ അവിടെ വിവിധ ശ്രീകോവിലുകളിൽ പൂജ ചെയ്യാൻ വിധിക്കപ്പെട്ട വിവിധ കുടുംബക്കാരുണ്ട്. ആ കുടുംബക്കാർ ഞാൻ ഈ പറഞ്ഞ വേർഷൻ അവിടെ പൂജ ചെയ്യുന്ന അവിടുത്തെ അധികാരികളായിരിക്കുന്ന കുടുംബത്തിൻ്റെ വേർഷനാണ് ഞാൻ ഈ പറഞ്ഞത്. അത് വിശ്വസിക്കുക എന്നതാണ് നിലവിൽ അവിടുത്തെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വിവിധങ്ങളായ പുസ്തകങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് പല ആളുകളും പല കഥകളും പറയുന്നത്.
പല ആളുകളും ഇന്ന് പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഇങ്ങനത്തെ ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷമാണ്. അപ്പൊ കൃത്യമായി ഇന്ന ആൾ പറഞ്ഞതാണെന്ന് പറയുന്ന കാര്യങ്ങളെ നിഷേധിക്കുന്നത് എന്തിനാണ്? ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ താന്ത്രിക വിധി പ്രകാരമുള്ള ആചാരങ്ങളാണെന്നാണ് പലപ്പോഴും നമ്മൾ അല്ല, വിശ്വസിക്കുന്നത്. താന്ത്രിക വിധി പ്രകാരം മാത്രമല്ല, താന്ത്രിക വിധി പ്രകാരമുള്ള ആചാരങ്ങൾ മാത്രമല്ല അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ശില്പയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരുടെയും ഇന്റർവ്യൂ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അറിവാണ് താങ്കൾ പറയുന്നത്. പക്ഷെ സാധാരണക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്ന താഴ്മൺ കുടുംബത്തിലെ തന്ത്രികൾ തീരുമാനിക്കുന്ന താന്ത്രിക വിധി പ്രകാരമായിട്ടുള്ള ആചാരങ്ങളാണ് ശബരിമല. കൗളാചാരങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. മൃഗബലി നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. ഭാരതത്തിൽ മൃഗബലി നിരോധിച്ച 1936 വർഷം വരെ, 36-ാം ആണ്ട് വരെ അവിടെ മൃഗബലി ചെയ്തിരുന്നു. 31 ആടുകളെ വരെ ഒരുമിച്ച് മൃഗബലി ചെയ്തിരുന്നു എന്നാണ് രേഖകൾ പരിശോധിച്ച ശേഷം കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നു. ആ മൃഗബലിയുടെ ഓർമ്മ പുതുക്കൽ, അല്ലെങ്കിൽ ആ മൃഗബലിക്ക് പകരം സിംബോളിക്കായി ഇപ്പോൾ കൗളാചാര വിധി പ്രകാരം അവിടെ ഗുരുതി പൂജ നടത്തുന്നു. അത് അയ്യപ്പനല്ല ഗുരുതി പൂജ നടത്തുന്നത്. 18 മലകൾക്കും നാഥയായി കുടികൊള്ളുന്ന ഭദ്രകാളി ഭഗവതിക്കാണ് അവിടെ ഈ പറയപ്പെടുന്ന ഗുരുതി പൂജ നടത്തുന്നത്. അപ്പം പണ്ടവിടെ മൃഗബലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിവിധ ആചാരങ്ങളുടെ ഒരു വലിയ സംഗമ കേന്ദ്രമാണ്. 18 മലകൾക്കും അതിവയായി വാഴുന്ന ഭദ്രകാളി ദേവിയാണ്, ശാസ്താവിനല്ല, ഭദ്രകാളിക്കാണ് അവിടെ. അങ്ങനെ ആചാരങ്ങളും ആചാരപ്പെരുമകളും ഒട്ടനവധിയുള്ള ശബരിമലയാണ്. എന്തായാലും ശബരിമലയിലിരിക്കുന്ന ഭഗവാൻ അത് അയ്യപ്പനാണോ മണികണ്ഠനാണോ ശാസ്താവാണോ എന്ന് ചോദിച്ചാൽ അത് മണികണ്ഠനും അയ്യപ്പനും ഒന്ന് തന്നെയാണ് എന്നാണ് ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത്. അതിന് വിവിധ വേർഷനുകൾ നമ്മളുടെ ചാനലുകളിൽ തന്നെ പലരും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്തു തന്നെയായാലും പന്തളം കൊട്ടാരവും ഈ പറയപ്പെടുന്ന ശബരിമലയും, പന്തളത്തിൽ വാണ രാജകുമാരനായിരുന്ന അയ്യപ്പ ഭഗവാൻ, ഇത് ഖണ്ഡത്തിൽ മണിയോടുകൂടി ലഭിച്ചവൻ മണികണ്ഠൻ. അങ്ങനെയാണ് പൊതുവെ പന്തളത്തുള്ളവരും ശബരിമലയിലുള്ളവരും ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്നവരും പറഞ്ഞു വെക്കുന്ന കഥ. എന്തായാലും നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് സ്ത്രീ പ്രവേശന വിഷയത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർഷൻ കൂടി ഈ സ്ത്രീ പ്രവേശന വിഷയത്തിലുണ്ട്. കുത്തിത്തിരിപ്പുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഈ സ്ത്രീ പ്രവേശന സമയത്തൊക്കെ ഈ വിഷയത്തെ കുത്തിത്തിരിപ്പിച്ച് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത്തരത്തിലുള്ള കഥകൾ കൂടി കേട്ടിരിക്കുന്നത് നന്നായിരിക്കും.